മക്കളെ നമസ്കാരം. നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ. ഒരു നോർമൽ സ്പേസ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ എക്സിൽ നിന്ന് എക്സിലേക്കുള്ള ഒരു ലീനിയർ മാപ്പിനെ ബൗണ്ടഡ് ലീനിയർ മാപ്പ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എന്നാണ് മീനിങ്. അതിനർത്ഥം ഇറ്റ് മാപ്സ് ബൗണ്ടഡ് സെറ്റ്സ് ഇൻ ടു ബൗണ്ടഡ് സെറ്റ്സ്. ഇനി അതിൻ്റെ യഥാർത്ഥ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ദർ എക്സിസ്റ്റഡ് ആൽഫ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നോം ഓഫ് എ ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം എക്സ് ഫോർ ആൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ്. ദിസ് ഈസ് എ കണ്ടീഷൻ ഫോർ ദി ബൗണ്ടഡ് ലീനിയർ മാപ്പ്. ശരിക്കും കണ്ടിന്യൂസ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബൗണ്ടഡ് ലീനിയർ മാപ്പിൻ്റെ കളക്ഷനെ നമ്മൾ എൽ ഓഫ് എക്സ് എന്ന് വിളിക്കുക. എക്സിൽ നിന്ന് എക്സിലേക്കുള്ള ബൗണ്ടഡ് ലീനിയർ മാപ്പുകളുടെ കളക്ഷനെ നമ്മൾ എൽ ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി എൽ ഓഫ് എക്സ് ഒരു ലീനിയർ മാപ്പായിരിക്കും നാച്ചുറലി, കാരണം ലീനിയർ മാപ്സിൻ്റെ കളക്ഷൻ ഒരു ലീനിയർ സ്പേസ് ആയി മാറും. അപ്പോൾ എൽ ഓഫ് എക്സ് ഒരു ലീനിയർ സ്പേസ് ആയിരിക്കും. ലീനിയർ മാപ്പ് അല്ല, ലീനിയർ സ്പേസ് ആയിരിക്കും ഓവർ കെയിൽ. കെ എന്ന് പറഞ്ഞാൽ ആർ ഓഫ് സി. ഇനി അതൊരു നോർമൽ സ്പേസ് ആവും വിത്ത് റെസ്പെക്ട് ടു ദി സുപ്നോം അല്ലെങ്കിൽ ഓപ്പറേറ്റർ നോം എന്നൊക്കെ വിളിക്കുക. നോം എ ഈക്വൽ ടു സുപ്രീമം ഓവർ സെറ്റ് ഓഫ് ആൾ നോം ഓഫ് എ ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് വിത്ത് നോം എക്സ് ലെസ് ആർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ നോമിനെ നമ്മൾ ഓപ്പറേറ്റർ നോം എന്ന് വിളിക്കുക. അതായത് ഓപ്പറേറ്റേഴ്സിനുള്ള നോമിനെ. അപ്പോൾ ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷനെ നമ്മൾ എൽ ഓഫ് എക്സ് എന്നും അതിൽ ഡിഫൈൻ ചെയ്യുന്ന നോമിനെ ഓപ്പറേറ്റർ നോം എന്ന് വിളിക്കും. ഈ ഓപ്പറേറ്റർ നോം വെച്ചുകൊണ്ട് എൽ ഓഫ് എക്സ് ബിക്കംസ് എ നോർമൽ സ്പേസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ ബൗണ്ടഡ് ഓപ്പറേറ്ററിനെ നമ്മൾ ഇൻവെർട്ടബിൾ ബൗണ്ടഡ് ഓപ്പറേറ്റർ എന്ന് വിളിക്കണമെങ്കിൽ അതിനൊരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന തന്നെയാണ് അർത്ഥം. കണ്ടിന്യൂസും ആയിരിക്കും ഓർക്കണം പ്രത്യേകം. ഇൻവേഴ്സ് കണ്ടിന്യൂസ് കൂടിയായിരിക്കണം. ഫൈനൈറ്റ് ഡൈമെൻഷൻ സ്പേസ് ആണെങ്കിൽ നാച്ചുറലി എല്ലാം സംഭവിക്കും. കാരണം ഫൈനൈറ്റ് ഡൈമെൻഷൻ സ്പേസിലുള്ള എല്ലാ ലീനിയർ മാപ്പുകളും കണ്ടിന്യൂസ് കൂടിയാണ്. അപ്പോൾ ബൈജക്റ്റീവ് ആണെങ്കിൽ കണ്ടിന്യൂസും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇൻവേഴ്സും ഫൈനൈറ്റ് ഡൈമെൻഷൻസ് ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് അതും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇൻഫിനിറ്റ് ഡൈമെൻഷൻ കേസിലാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് L2 സ്പേസിൽ ഡിഫൈൻ ചെയ്യുന്നതാണ്. L2 ഒരു ഇൻഫിനിറ്റ് ഡൈമെൻഷൻ സ്പേസ് ആണ്. റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ 1 ആണ്, പക്ഷേ ഓൺ ടു അല്ല. ഈ 1 ആകുമ്പോൾ അതിനൊരു ഇൻവേഴ്സ് ഉണ്ടാവും, ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ആയിരിക്കും. ഇനി ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ സർജക്റ്റീവ് ആണ്, പക്ഷേ ഇൻജക്റ്റീവ് അല്ല. അതിനപ്പോൾ റൈറ്റ് ഇൻവേഴ്സ് ഉണ്ടാവും. സർജക്റ്റീവ് ആയിട്ടുള്ള ഒരു മാപ്പിന് റൈറ്റ് ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഇൻജക്റ്റീവ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ സർജക്റ്റീവ്. ഒന്നിൻ്റെ അതായത് റൈറ്റ് ഷിഫ്റ്റിൻ്റെ ലെഫ്റ്റ് ഇൻവേഴ്സാണ് ലെഫ്റ്റ് ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റിൻ്റെ റൈറ്റ് ഇൻവേഴ്സാണ് റൈറ്റ് ഷിഫ്റ്റ്. ഓക്കെ, ഓർക്കുക. പക്ഷേ ഒന്ന് 1 ആണ്, ഓൺ ടു അല്ല. റൈറ്റ് ഷിഫ്റ്റ് 1 ആണ്, ഓൺ ടു അല്ല. ലെഫ്റ്റ് ഷിഫ്റ്റ് ഓൺ ടു ആണ്, 1 അല്ല. ഇനി ചില പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 പ്രോപ്പർട്ടീസ് ഉണ്ട്. എയും ബിയും ഇൻവെർട്ടബിൾ ആണെങ്കിൽ ഈ പ്രൊഡക്റ്റും ഇൻവെർട്ടബിൾ ആവും എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അതുപോലെ തന്നെ നോം എ ലെസ് ദാൻ 1 ആണെങ്കിൽ i മൈനസ് എ എന്ന് പറയുന്നത് ഇൻവെർട്ടബിൾ ആയിരിക്കും. കൂടാതെ അതിൻ്റെ ഇൻവേഴ്സ് വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു -1 ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എക്സെട്ര എന്ന് പഠിക്കുന്ന ആ റിസൾട്ട് പോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ജനറലൈസേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. കൂടാതെ അവിടെ ആ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ഇൻവേഴ്സിൻ്റെ നോം എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ 1/1 മൈനസ് നോമേ ആയിരിക്കും. ഇതാണ് ആ റിസൾട്ട്. അതിൻ്റെ പ്രൂഫ് കൂടെ കൊടുത്തിട്ടുണ്ട്. നോമേ ലെസ് ദാൻ 1 ആയതുകൊണ്ട് അതിൻ്റെ പവർ ടെൻസ് ടു 0 ആയിരിക്കും. അപ്പോൾ ഈ സീരീസിൻ്റെ സിഗ്മ k = 0 to ∞ ak എന്ന് പറയുന്നതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഒരു കോഷി സീക്വൻസ് ആയിരിക്കും. ഓക്കെ, ആ കോഷി സീക്വൻസ് ആണെങ്കിൽ i മൈനസ് എ ഇൻറ്റു എസ് എൻ ഈക്വൽ ടു നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുമ്പോൾ ടെൻസ് ടു i കിട്ടുക. കാരണം i മൈനസ് എ ഇൻറ്റു എസ് എൻ ഈക്വൽ ടു ഇവിടെ എഴുതിയത് തെറ്റാണ്. i മൈനസ് എ ഹോൾ റേസ് ടു n പ്ലസ് 1 അല്ല, പകരം i മൈനസ് എ റേസ് ടു n പ്ലസ് 1 ആണ്. കാരണം i മൈനസ് എ ഇൻറ്റു എസ് എൻ എങ്ങനെ എഴുതാം? എസ് എൻ മൈനസ് എ ഇൻറ്റു എസ് എൻ എഴുതാം. എസ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ടേമുകളും കട്ട് ചെയ്ത് വിട്ട് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കിട്ടും. അപ്പോൾ i മൈനസ് എ റേസ് ടു n പ്ലസ് 1 ആണ് ഉണ്ടാവുക. പക്ഷേ എ റേസ് ടു n പ്ലസ് 1 ടെൻസ് ടു 0 ആയിരിക്കും. കാരണം അതിൻ്റെ നോം ടെൻസ് ടു 0 ആണെങ്കിൽ അതും ടെൻസ് ടു 0 ആയിരിക്കും. ദാറ്റ്സ് n ടു i എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിനും ലിമിറ്റ് i ആണ് നമുക്ക് കിട്ടുന്നത്. ലെഫ്റ്റ് മൾട്ടിപ്പിൾ ചെയ്താലും റൈറ്റ് മൾട്ടിപ്പിൾ ചെയ്താലും സെയിം ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് i ആയിരിക്കും. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിമിറ്റ് i ആണെങ്കിൽ ഒന്നിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. അതായത് ലിമിറ്റ് എസ് എൻ എന്ന് പറയുന്നത് i മൈനസ് എയുടെ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പക്ഷേ ലിമിറ്റ് എസ് എൻ എന്താണെന്നറിയാം? ഇൻഫിനിറ്റ് സം ആണ്. അതാണ്, അങ്ങനെയാണ് i മൈനസ് എ ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു സിഗ്മ k = 0 to ∞ ak കിട്ടും. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എ ഈസ് ഇൻവെർട്ടബിൾ ഓപ്പറേറ്റർ ആൻഡ് ബി എലമെൻറ്റ് ഓഫ് എൽ ഓഫ് എക്സ് സച്ച് ദാറ്റ് നോം എ മൈനസ് ബി ലെസ് ദാൻ 1/നോം എ ഇൻവേഴ്സ്. ശരിക്കും ഇത് ഈ ചാപ്റ്ററിലല്ല, കഴിഞ്ഞ ചാപ്റ്ററിലുള്ള ചില ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്യണം. കാരണം നമുക്ക് ഈ ചാപ്റ്റർ പ്രൂവ് ചെയ്യുമ്പോൾ അത് ആവശ്യമായി വരുന്നതുകൊണ്ടാണ്.
അപ്പോൾ എ ഇൻവെർട്ടബിൾ ആണ്, ബി ഇൻവെർട്ടബിൾ ആണെന്ന് അറിയില്ല. പക്ഷേ നോം എ മൈനസ് ബി ലെസ് ദാൻ 1 നോം എ ഇൻവേഴ്സ് ആണെങ്കിൽ ബി കൂടി ഇൻവെർട്ടബിൾ ആണെന്ന്. അതിനുവേണ്ടി നമ്മൾ ബി എ റീറൈറ്റ് ചെയ്യുകയാണ്, എ ഇൻറ്റു ഐ മൈനസ് എ ഇൻവേഴ്സ് ഇൻറ്റു എ മൈനസ് ബി. ആ റൈറ്റ് ചെക്ക് ചെയ്താൽ ബി തന്നെ കിട്ടും. ഇനി ആ റൈറ്റിൽ കാണുന്ന ടേമിൽ ഐക്ക് ശേഷം വരുന്നതിൻ്റെ നോം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ലെസ് ആർ ഈക്വൽ ടു നോം എ ഇൻവേഴ്സ് ഇൻറ്റു നോം എ മൈനസ് ബി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ 1 എന്ന് കിട്ടുന്നു. ഓക്കെ, തൊട്ട് മുകളിലുള്ള കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെസ് ദാൻ 1 എന്ന് കിട്ടുന്നു. സോ നോം ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു എ മൈനസ് ബി ലെസ് ദാൻ 1 മീൻസ് ഐ മൈനസ് ദാറ്റ് ഈസ് ഇൻവെർട്ടബിൾ. ഓക്കെ, അപ്പോൾ ബി എന്ന് എഴുതിയതിലെ 2 ടേം ഉണ്ട്, എയും ഉണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള ഒരു ടേം ഉണ്ട്. ആ ബ്രാക്കറ്റിലുള്ള ടേം ഇൻവെർട്ടബിൾ ആണ്, എയും ഇൻവെർട്ടബിൾ ആണ്. സോ പ്രൊഡക്റ്റ് ഷുഡ് ബി ഇൻവെർട്ടബിൾ. സോ ബി ഈസ് ഇൻവെർട്ടബിൾ. ഇനി ബനാങ്ക് ഓപ്പൺ മാപ്പിംഗ് തിയറം വളരെ പ്രസമായ തിയറമാണ്. എക്സും വൈയും ബനാങ്കും എ എന്ന് പറയുന്ന എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ബൈജക്റ്റീവ് മാപ്പും ആണെങ്കിൽ ഇൻവേഴ്സ് കൂടി ഇൻവെർട്ടബിൾ ആകുന്നു. അപ്പോൾ ഇൻ ജനറലി ഒരു നോം സ്പേസിൽ നിന്ന് മറ്റൊരു നോം സ്പേസിലേക്കുള്ള ബൈജക്റ്റീവും കണ്ടിന്യൂസും ആണെന്ന് വിചാരിച്ച് ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആവണമെന്നില്ല. പക്ഷേ എക്സും വൈയും കംപ്ലീറ്റ് സ്പേസുകളാണെങ്കിൽ, എക്സും വൈയും കംപ്ലീറ്റ് സ്പേസുകളാണെങ്കിൽ അല്ലെങ്കിൽ ബനാങ് സ്പേസുകളാണെങ്കിൽ ഇൻവേഴ്സ് കൂടി കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് സെം റിയലിൽ പഠിച്ചിട്ടുണ്ട്. ക്ലോസ് ഇൻ്റർവൽ 0-1 നിന്ന് ക്ലോസ് ടു 0 ഓപ്പൺ 2πയിലേക്ക് ഒരു e⁻it എന്ന് പറയുന്ന ഒരു മാപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് നോട്ട് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആവാത്തൊരു കേസാണ് പഠിക്കുന്നത്. 1-1ഉം ഓൺ-2ഉം ബൈജക്റ്റീവും, 1-1 ഓൺ-2 ആണ്, അതേ ബൈജക്റ്റീവ് ആണ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആവില്ല. കാരണം അവിടെ ക്ലോസ് ടു 0 ഓപ്പൺ 2π ആണ്. അപ്പോൾ അതായത് കോഡോമൈൻ സ്പേസ് കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എക്സും വൈയും കംപ്ലീറ്റ് നോർമൽ സ്പേസുകളായതുകൊണ്ട് ഇൻവേഴ്സ് കൂടി കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് ഈ ബനാങ് ഓപ്പൺ മാപ്പിംഗ് തിയറത്തിൻ്റെ പ്രത്യേകത. ഇനി ഒരു ബൗണ്ടഡ് ഓപ്പറേറ്റർ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിനെ പാർട്ടീഷൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. 2 ആയിട്ടാണ് മുറിക്കുന്നത്. ഒന്ന് റെഗുലർ പോയിൻ്റ് ആയിട്ടും ഒന്ന് സ്പെക്ട്രം പോയിൻറ്റും. എന്താ റെഗുലർ പോയിൻ്റ് നോക്കാം. ഒരു കോംപ്ലക്സ് നമ്പർ ലാംഡ വിത്ത് റെസ്പെക്ട് ടു എയെ നമ്മൾ റെഗുലർ പോയിൻ്റ് ഓഫ് എ എന്ന് വിളിക്കണമെങ്കിൽ എ മൈനസ് ലാംഡായി ഇൻവെർട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫൈനൈറ്റ് ഡൈമെൻഷനിലാണെങ്കിൽ എ മൈനസ് എ ലാംഡ ഇൻവെർട്ടബിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം അത് ഐഗൺ വാല്യൂ അല്ല എന്നാണ് അർത്ഥം. ഫൈനൈറ്റ് ഡൈമെൻഷൻ കേസുകളിൽ ശരിക്കും ബൈജക്റ്റീവ് ആകുമ്പോൾ ഇൻവെർട്ടബിൾ ആയിരിക്കും, വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഐഗൺ വാല്യൂസ് പഠിച്ചിട്ടുണ്ട്. എ മൈനസ് ലാംഡ ആയി നോട്ട് ഇൻജക്റ്റീവ് എന്നാണ് നിങ്ങളവിടെ പഠിച്ചിരുന്നത്. പക്ഷേ ഇൻജക്റ്റീവും സർജക്റ്റീവും ഫൈനൈറ്റ് ഡൈമെൻഷൻ കേസിൽ ഇക്വലൻ്റാണ്. അല്ലെങ്കിൽ നോൺ സിംഗുലർ ആൻഡ് സർജക്റ്റീവ് എന്ന വാക്കൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാവുക. അത് രണ്ടും ഇക്വലൻ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൈറ്റ് ഡൈമെൻഷൻ കേസിൽ ഒരു ഡിഫൈൻ ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിനെ 2ആയി മുറിക്കുന്നു. റെഗുലർ പോയിൻറ്റുകളെന്നും അതുപോലെ തന്നെ ഐഗൺ വാല്യൂസ് എന്നും കൊണ്ടായിരിക്കും മുറിക്കുക. അപ്പോൾ ഈ സ്പെക്ട്രം എന്ന വാക്കിനേക്കാളും കുറച്ചുകൂടി നല്ല വാക്കാണ് ഫൈനൈറ്റ് ഡൈമെൻഷൻ കേസിൽ ഐഗൺ വാല്യൂസ്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിന് 2ആയി മുറിക്കുന്നുണ്ട്. ഒന്ന് റെഗുലർ പോയിൻറ്റ്സ്, അതിൻ്റെ കോംപ്ലിമെൻറ്റിനെ നമ്മൾ സ്പെക്ട്രം പറയും. അതായത് എ മൈനസ് ലാംഡായി ഇൻവെർട്ടബിൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്പെക്ട്രൽ വാല്യൂ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ സ്പെക്ട്രം പോയിൻ്റ് എന്ന് വിളിക്കും. ഓക്കെ, സോ എവറി ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ partition our complex number system to 2 parts. First part is called the regular points and second part is called the spectrum points. And the regular points, set of all regular points is denoted by rho of a, and set of all spectral values are denoted by sigma of a. Okay, next we are going to divide the spectrum points into 3 parts. First part is called the eigenvalue part, second part is called the continuous part, and the residue part. 3 parts. Okay, sigma p of a, sigma c of a, and sigma r of a. Okay, we can look at that details in the next video. So these are the important points for this video.